പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം. വചനം ഇങ്ങനെയാണ്: കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ വാഗ്ദാനമെന്ന ഞാൻ പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിനകത്തുള്ള എല്ലാ വചനങ്ങളും എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വചനങ്ങൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന വചനങ്ങളിലൊന്നാണ് ഈ വചനഭാഗം. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവവുമായുള്ള ബന്ധത്തിന് വേണ്ടി നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവുമായ ഒരു കൂട്ടായ്മ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവൻ, ആ ഒരു ആഗ്രഹത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നവൻ, പിന്നെ അവൻ മനുഷ്യൻ എന്നല്ല പറഞ്ഞത്, അവൻ ദൈവത്തോട് ഒന്നായി ചേർന്ന് ഒരു വൺ സ്പിരിറ്റ്, അതായത് ഏക ആത്മാവായി ചേരുന്നെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അന്ന് മുതലേ, ആ ഒരു കൂട്ടായ്മ ആരംഭിക്കുന്ന അന്ന് മുതലേ അവൻ സാധാരണ മനുഷ്യനല്ല, അവൻ അന്ന് മുതൽ പരിശുദ്ധാത്മാവുമായി ഒന്നിച്ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്ന ഒരാത്മാവ്. പിന്നെ നീ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, കർത്താവുമായി ഒരു കൂട്ടായ്മ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മകളെ ഒന്നിനും നിന്നെ തീർക്കാൻ കഴിയില്ല. കാരണം നീ ഒരു ഭൗതികനല്ല. പിന്നെ ആ നിമിഷം മുതൽ നീ ഒരു ആത്മീയനാണ്. ആത്മാവിന്റെ ശക്തി നിന്നെ മുന്നിൽ വെളിപ്പെടുവാൻ തുടങ്ങി. ദൈവവുമായി ഏക ആത്മാവായി തീരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി: കർത്താവുമായി ഒരു കൂട്ടായ്മ ആചരിക്കുക. അവിടുത്തോട് കൂട്ടായ്മ ആചരിക്കുന്ന ആ നിമിഷം മുതൽ ആ ദൈവശക്തി നമ്മളെ പൊതിയുവാൻ തുടങ്ങും. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഓവർ ഷാഡോ ചെയ്യും. അപ്പോൾ മുതലേ ആത്മാവിന്റെ ശക്തി നമ്മുടെ മുന്നിൽ വെളിപ്പെടും. ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈ ഒരു വെളിപാടിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ആത്മീയനായി ദൈവത്തോട് ഏക ആത്മാവായി ചേർന്ന്, ദൈവാത്മാവുമായി ചേർന്ന് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ ശക്തിപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.